Okay, students, we'll start with the basics of C programming. So, in the first topic of C programming, we'll start with the general concepts of C. So, we are all familiar with Python, isn't it? So, coming to C program, the C program was developed in 1970s, and the scientist who have developed the C program is Dennis Ritchie. And this we are all familiar with different types of different levels of languages, right? We have three levels of languages. ഏതൊക്കെയാണ് ഈ three levels of languages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have high level language, we have low level language, and we have machine language. So we can say that the C is a high level language and is also a general purpose language and is a well structured programming language. ഇതിന് ഒരു particular structure ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം പ്രോഗ്രാം എഴുതാൻ. So we can say that C is a structured programming language. Okay, so there are also some additional features in the C program. കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ലോ ലെവൽ ഫീച്ചേഴ്സ് ആണ് വരുന്നത് അഡീഷണൽ ആയിട്ട്. So that it is acting as a bridge between machine language and high level language. So these are the general concepts that we should know about this C language. Now coming to the core concepts, the first one is character set. This is the first topic in your syllabus, that is character set of C. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് വി നോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, റൈറ്റ്? നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് അറിയാം, മലയാളം ഉണ്ട്, അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട്. ടേക്ക് ദ കേസ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, സോ ദിസ് ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലാംഗ്വേജ് ആണ്. സോ ഈ ഇംഗ്ലീഷിലെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓരോ വേർഡ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെ? എ ബി സി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓർ ക്യാൻ കോൾ ഇറ്റ് ആസ് alphabets. അതേപോലെ തന്നെ സിയിലും വി ഹാവ് ക്യാരക്ടർ സെറ്റ്. ഓക്കെ, സോ ദിസ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ സിന്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് character set consists of numbers, it may be alphabets, or it may be special symbols. ഇതെല്ലാം സിന്റെ ക്യാരക്ടർ സെറ്റ് ആണ്. ഓക്കെ, ഈ ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ആൽഫബറ്റ്സ് പോലെ തന്നെ സ്മോൾ ലെറ്റർ എ ടു സെഡ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് എന്ന് പറയുമ്പോൾ it is called as alphabets. Okay, numbers or numeric values എന്ന് പറയുമ്പോൾ എന്താണ്? 0, 1 up to 9 and different combinations of these digits. ഇതെല്ലാം ന്യൂമറിക് വാല്യൂസ് ആണ്. ഓക്കെ, സിമിലർലി സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഈ കാണുന്നതെല്ലാം, ദാറ്റ് ഇസ് റേസസ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, പ്ലസ് മൈനസ് സ്റ്റാർ ഇൻറ്റു, ഓൾ ദീസ് ആർ സ്പെഷ്യൽ സിമ്പിൾസ്. ഓക്കെ, ഓൾ ദീസ് ആഡ്സ് അപ് ടു ക്യാരക്ടർ സെറ്റ് ഓഫ് സി. ഇതെല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ സിന്റെ ഒരു ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ടോക്കൺസ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ടോക്കൺ ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ എ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിനെ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ടോക്കൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടോക്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ടോക്കൺസ് ഉണ്ട്. വി ഹാവ് ഐഡന്റിഫയേഴ്സ്, വി ഹാവ് കീവേർഡ്സ്, വി ഹാവ് കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേഷൻ സിമ്പിൾസ്. ഇതെല്ലാം എന്താണ്? ടോക്കൺസ് ആണ്. ഇതിനൊക്കെ നമ്മൾ ടോക്കൺ എന്ന് തന്നെയാണ് പറയുക. ഇതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് നമ്മൾ സി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. സോ ഓൾ ദീസ് smallest units are known as tokens. So first we'll go for identifiers. Okay, ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുക. സി പ്രോഗ്രാമിംഗിൽ രണ്ട് ടൈപ്സ് ഓഫ് എലമെന്റ്സ് ആണുള്ളത്. വൺ ഇസ് യൂസർ ഡിഫൈൻഡ് എലമെന്റ്സ് ആൻഡ് അതർ ഇസ് സിസ്റ്റം ഡിഫൈൻഡ് എലമെന്റ്സ്. ഫ്രം ദ നെയിം itself it is very clear. User defined means we are the users, so we are defining that element. System defined means system തന്നെ അതിന്റെ യൂസേജിന് വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന എലമെന്റ്സിനെയാണ് സിസ്റ്റം ഡിഫൈൻഡ് എന്ന് പറയാം. Okay, so what is an identifier? Identifier is nothing but a name that is given to this elements. Okay, so you have studied Python, isn't it? So when you're studying a Python, if you want to write a program in order to add two numbers, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എഴുതണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നമ്പർ എ എന്ന് പറയും, വിളിക്കും, ഒരു നമ്പർ ബി എന്ന് വിളിക്കും. എന്നിട്ട് എയിലേക്ക് ഒരു വാല്യൂ കൊടുക്കും, ബിന് ഒരു വാല്യൂ കൊടുക്കും. എന്നിട്ട് we'll perform addition of a plus b, isn't it? So this a is an identifier and b is an identifier. And the sum, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് we can store in another variable,
ഓർ അല്ലെങ്കിൽ വേറൊരു പേരിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, സം എന്ന് പറഞ്ഞൊരു പേരിൽ സ്റ്റോർ ചെയ്യാം, isn't it? സോ ഇതിനെ, ഈ ഒരു പേരിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐഡന്റിഫയർ. സോ വാട്ട് ഡസ് സം ഐഡന്റിഫൈസ്? സം ഐഡന്റിഫൈസ് ഇറ്റ് ഇസ് സം ഓഫ് ടു നമ്പേഴ്സ് ഓർ ത്രീ നമ്പേഴ്സ്. ഓക്കെ, സോ ഇഫ് യു ആർ യൂസിങ് എൻ ഏരിയ എന്ന് പറഞ്ഞ വേർഡ് എന്തായിരിക്കും ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏരിയ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, എനിത്തിങ്. നമ്മളൊരു കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു ഐഡന്റിഫയറിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഐഡന്റിഫയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫയറിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഡിജിറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻ എനി ഓർഡർ. ഓക്കെ, ലെറ്റേഴ്സ് ഉണ്ടാവാം, ഡിജിറ്റ്സ് ഉണ്ടാവാം, അണ്ടർസ്കോർ സിമ്പിൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഐ ഹവ് ഗിവൺ സം എക്സാമ്പിൾസ്, ഐ ഹവ് കോട്ടഡ് സം എക്സാമ്പിൾസ് ഹിയർ. സീ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് ഇസ് മാർക്ക് 1. മാർക്ക് 1 മീൻസ് ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിജിറ്റ്, മാർക്ക് എന്ന് പറയുമ്പോൾ it consists of so many characters. So ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ there is no space. If there is a space in between, it is not an identifier. So there should not be any space in between these two. ഇപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ we cannot consider this as an identifier. Similarly, the second one is also an identifier. We have used an underscore. And coming to the third one, we have started by using an underscore. This is also a valid identifier. So we can start, an identifier can start with an underscore. Okay, so these are all examples of identifiers. Now we can say that this identifier consists of letters and digits in any order. Okay, except that the first character must be a letter. Okay, both uppercase and lowercase letters can be used. Now these are the rules whenever we are using, or whenever we are defining an identifier, we have certain rules. Okay, the first one is it contains letters. It can be capital letter A to Z or small letter A to Z. It consists of digits and it can consist of an underscore. Okay, and it must start with a letter or an underscore, but it should not start with a number. Okay, always it should be a letter or it should be an underscore. It cannot start with a digit, that is a number. And also, there are several keywords in C program. Keywords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will be coming later. That is, keyword എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ its meaning is already defined. System define ചെയ്തിട്ടുള്ള കുറച്ച് elements ഉണ്ടാവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ സിസ്റ്റം ഡിഫൈൻ ചെയ്ത അലൈൻമെന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് കീവേഡ്സ് എന്ന് പറയാം. സോ ഈ കീവേഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ യൂസർ അല്ല ഡിഫൈൻ ചെയ്യുന്നത്, സിസ്റ്റമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓൾറെഡി അതിന്റെ meaning is defined. So we cannot use that word for some other thing. We can use that word only for the purpose in which system has been defined it for. For example, you have seen while. പൈത്തൺ ഒക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ, പൈത്തൺ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം while, do, അതുപോലെ തന്നെ switch, then if, else എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ വേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ we are not explaining it, isn't it? We are just using that keyword, that words. So that means its meaning is already defined. Such words are known as keywords. Okay, so we cannot use a keyword as an identifier. Identifier ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു കീവേഡിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. So these are the rules for defining an identifier. Hope it's clear. Now the next one is, as I explained earlier, it is keyword. I have already explained what is a keyword. And coming to the keyword, there are 32 keywords in a C program. And all the keywords have been listed here. And these are some of the keywords, most of which will be familiar to you as you have studied Python. Okay, these are some examples. Now next is variables. So what is a variable? Variable means, as I told earlier, if you want to find the sum of two numbers, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് രണ്ട് നമ്പേഴ്സിന്റെ സം. ഓക്കെ, സോ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ എ എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും, രണ്ടാമത്തെ നമ്പർ ബി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഈ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ ഇഫ് ഐ ആം റണ്ണിങ് ദ പ്രോഗ്രാം, ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ ഐ ഗിവ് എ വാല്യൂ 2 to എ ആൻഡ് ബിക്ക് 3 കൊടുത്തു എന്ന് വിചാരിക്കാം. സോ വാട്ട് ദ പ്രോഗ്രാം വിൽ പെർഫോം? 2 + 3 എന്ന് പെർഫോം ചെയ്യും. സംവൺ എൽസ്, അത് വേറെ ആരെങ്കിലും വന്ന് റൺ ചെയ്യാണ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ 2ഉം 3ഉം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എയിനെയും ബിയിനും വേറെ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. That means the value of A and B, that is, we can call it as variables because its value varies.
അതിന്റെ വാല്യൂ വ്യത്യാസമായി വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യത്യാസമായി വാല്യൂസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് ഒരു ടൈപ്പ് ഉണ്ടാവാം. നമ്മളിപ്പോ ഇപ്പൊ 2 3 4 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത് അവിടെ, ഡിജിറ്റ്സ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇന്റീജേഴ്സ് എന്ന് വിളിക്കാം നമുക്ക് അവരെ. ഇന്റീജേഴ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പോയിന്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിന് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയും. വിൽ കം ടു ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ, സോ ജസ്റ്റ് you know that what is a variable? Variable is something whose values varies. Okay, so upper and lower case distinct ആണ്, because if you are using സം എന്ന് പറഞ്ഞത് ഒരു വേരിയബിൾ നെയിം ആണ്. ഈ സം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ള സമ്മും അതുപോലെ തന്നെ സ്മോൾ ലെറ്ററിലുള്ള സമ്മും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ദീസ് ടു ആർ ടു ഡിഫറെന്റ് വേരിയബിൾസ്. Okay, so the different types of variables are, we have three categories. One is basic data types, derived data types, user defined data types. Okay, ഇതിലെ basic data type എന്ന് പറയുമ്പോൾ എന്താണ്, we have all these, that is int, float, double, char, bool, void. ഇവിടെ നമ്മൾ ഇന്റിജർ int എന്ന് പറയുമ്പോൾ നോർമലി ഇന്റിജേഴ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് 2 3 4 10 100 25 ഇതൊക്കെ വരുന്നത് ഇന്റിജർ കാറ്റഗറിയിലാണ് വരിക. ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോയിന്റ് ഉള്ള വാല്യൂസ്, ഡെസിമൽ വാല്യൂസ് വരുന്നത് എന്ത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ പറയുന്നത്, ഫ്ലോട്ട്. That is 2.3, 2.45, 7.83, 7.672. ഇതെല്ലാം എന്ത് വാല്യൂസ് ആണ്, ഫ്ലോട്ട് ആണ്. ഓക്കെ, ഡബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ഫ്ലോട്ട്, ബട്ട് കുറച്ചും കൂടി പ്രിസിഷൻ കൂടുതലായിരിക്കും. ദാറ്റ് ഇസ്, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പോ 9.33333 എന്ന് പറയില്ലേ. സോ ഇഫ് ഇറ്റ് ഇസ് ഫ്ലോട്ട്, ഒരു പോയിന്റ് കഴിഞ്ഞാൽ മാക്സിമം അപ് ടു 2 to 3 ഡിജിറ്റ്സേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഡബിൾ ആവുമ്പോൾ കുറച്ചും കൂടി ഹയർ പ്രിസിഷൻ വരാൻ 4 to 5 ഡിജിറ്റ്സ് അവിടെ വരും പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ക്യാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്യാരക്ടർ. ക്യാരക്ടർ മീൻസ് ABCD ഇങ്ങനത്തെ ആൽഫബറ്റ്സിനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, we'll see only at that much. Let this bool and void be there. Okay, so these are the different data types. So now നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഇന്റിജർ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 4 ബൈറ്റ്സ് ആണ് വേണ്ടിവരിക. ഈ ഒരു ഇന്റിജർ വാല്യൂ, നമ്മൾ പറയുകയാണ് ഒരു വേരിയബിൾ ഇന്റിജർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എത്ര ബൈറ്റ്സ് വേണ്ടിവരും. നമ്മൾ എപ്പോഴും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ബിറ്റ്, ബൈറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ബൈറ്റ് എന്ന് പറഞ്ഞ ടേംസിലാണ് നമ്മൾ എപ്പോഴും പറയും. ഇപ്പൊ നമ്മൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ മീറ്റർ, സെന്റിമീറ്റർ അങ്ങനെ പറയില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറി എത്രത്തോളം വേണം എന്ന് പറയുന്നത് ബൈറ്റ്സിന്റെ ടേമിലാണ്. സോ ഇവിടെ ഇന്റിജർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് 4. നോർമലി അത് 2 ബൈറ്റ്സ് ആണ് എടുക്കുക ഇന്റിജർ എന്ന് പറയുന്നത്, പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോസസർ. ഓക്കെ, ഇനി ഒരു ഇന്റിജർ, ഒരു വേരിയബിൾ നമ്മൾ എടുത്തു, എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് ഇന്റിജർ ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാ, എങ്ങനെയാണ് എ ഒരു ഇന്റിജർ ആണെന്ന് പറയാ? ഇപ്പൊ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ എ ഒരു ഇന്റിജർ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെ പറയാൻ പറ്റും? ഇന്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. ഇന്റ്, ഇന്റിജറിന്റെ ഷോർട്ട് ഫോം. എ എന്ന് പറഞ്ഞ് സെമിക്കോളൻ ഇസ് മസ്റ്റ് ഇൻ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് കഴിയുമ്പോഴും ഏറ്റവും എൻഡിൽ നമ്മൾ എന്തിടണം? സെമിക്കോളൻ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ അർത്ഥം എന്താണ്? വി ഹാവ് എ വേരിയബിൾ എ, സോ ദിസ് എ ഇസ് എ വേരിയബിൾ, ആൻഡ് വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് എ? ഇറ്റ് ഇസ് ആൻ ഇന്റീജർ. Okay, if we have another variable b, comma b, that means a and b are integers. If we have 3, now sum is also an integer. So these are all integers. Okay, this is how we will declare an integer. Now next is float. So float means floating point number or decimal number. How we will declare decimal number? Float d. That means d is a variable name and its type is float. So float എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന് എത്ര സ്ഥലം വേണം സ്റ്റോർ ചെയ്യാൻ? മാക്സിമം ടു 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഇനി നൗ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ABC അങ്ങനത്തെയാണ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതിന് നമ്മൾ എത്ര ബൈറ്റ് യൂസ് ചെയ്യും? 1 ബൈറ്റ് ആണ് യൂസ് ചെയ്യുക സ്റ്റോർ ചെയ്യാൻ. ആൻഡ് വിൽ ഡിക്ലെയർ ഇറ്റ് ആസ് ക്യാർ സ്പേസ് എ. ക്യാർ എന്നാണ് പറയുക അതിന്. സിമിലർലി ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റിനേക്കാളും കുറച്ചും കൂടി പ്രിസിഷൻ കൂടുതലാണ്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കണം, സ്പേസ് കൂടുതലും വേണം. സോ ദാറ്റ് ഇസ് 8 bytes. It takes 8 bytes. An example is double A. That is declaration double A. Okay, so these are all the different types of data. Okay,
നമ്മളിപ്പോൾ വേരിയബിൾസ് ആണ് പറഞ്ഞത്. ഈ വേരിയബിൾസ് പറയുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ച പോലെ തന്നെ ഇറ്റ്സ് വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. 2, 3, 4 ദീസ് ഇന്റീജേഴ്സ് ആർ ഓൾ കോൺസ്റ്റൻസ്. ആൻഡ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ യു നോ ദ ഇക്വേഷൻ ഓഫ് area of a circle, isn't it? What is the equation of area of a circle? 3.14 into radius, isn't it? So this 3.14 is a constant there, which is called as pi. അല്ലേ? അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ മാറോ? ഇല്ല, 3.14 ആണ്. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സോ ദിസ് ഇസ് വാട്ട് എ കോൺസ്റ്റന്റ് ഇസ് ആൻഡ് എ വേരിയബിൾ ഇസ്. ഓക്കെ,